699 റേറ്റിലേക്ക് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രോക്ക് ആട്ടോ. ഒന്നല്ല 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്കുണ്ട്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് ഫാബ്രിക്കിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെക്ക് പാറ്റേൺ ഇതിൽ തന്നെ വരുന്നുണ്ട്. സെൽഫായിട്ട് തന്നെ വീവിങ്ങിൽ തന്നെ വന്നേക്കുന്ന കേട്ടോ. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു കൈൻഡ് ഓഫ് യെല്ലോ, ഒരു ലൈറ്റ് ആൻഡ് ഒരു ഡാർക്ക് യെല്ലോ കളറിലേക്ക് അതിൻ്റെ ചെക്സ് വന്നേക്കുന്നത്. ബാക്ക് ടൈസ് അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലെ തന്നെ പഫ് സ്ലീവ് ആണ്. ഇവിടേക്ക് ജസ്റ്റ് ഒരു പടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇവിടേക്കായിട്ടൊരു പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 46 ഇഞ്ചസ് ലെങ്തിലേക്കാണ് വന്നിരിക്കുന്നത് വിതൗട്ട് ലൈനിങ്ങിലേക്ക്. നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ബ്രൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതും പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെറ്റേണിറ്റി വിയർ ഫീഡിംഗ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റും. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലേക്ക് ഹിഡൻ ആയിട്ടുള്ള സിബ് കൊടുത്താൽ മതി കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ട് വന്നേക്കുന്ന ഒരു പാറ്റേൺ ഫ്രോക്ക് കൺസെപ്റ്റിലേക്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പീച്ച് കളറാട്ടോ. എൻ്റെ കണ്ണിനകത്ത് ചെറുതായിട്ട് എന്തോ പോയി, അല്ലെങ്കിലേ ഒരു ചൈനക്കാരുടെ കണ്ണ് പോലെയായിരുന്നു. ഇപ്പോൾ അതൊന്നും കൂടെ പൂർത്തിയായിട്ടോ. അത് ആ കണ്ണിങ്ങനെ ഒരു ചെറുതായിട്ടൊരു കുഞ്ഞായിട്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 699. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറിലേക്കാട്ടോ. അപ്പോൾ ഈ ഒരു പഫ് സ്ലീവ് ആണെങ്കിലും നമ്മുടെ ഈ എൽബോയുടെ തൊട്ട് ഈ ഒരു മോളിൽ വരെ നിൽക്കുന്ന രീതിയിലേക്ക് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം.